പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഉടമ്പടി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാമിൽ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ പങ്കുചേർന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചാൽ ആ കുടുംബത്തിലും ആ വ്യക്തിയിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം വലിയ അടയാളങ്ങളും അഭിഷേകങ്ങളും അത്ഭുതങ്ങളും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ KV യോഹന്നാൻ, വയനാടിലുള്ള പുൽപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അത്ഭുതകരമായ രോഗവിടുതലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. എൻ്റെ മകൻ നവീൻ യോഹന്നാൻ, വയസ്സ് 11, കഴിഞ്ഞ 3 വർഷമായി ഇടവിട്ടുള്ള ചെവിവേദന സഹിച്ചു വരികയായിരുന്നു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളരുന്നുണ്ടെന്ന് കണ്ടെത്തി. മൂക്കിൽ കൂടെ ശ്വാസം പോകുന്നില്ലായിരുന്നു. 3 വർഷമായി എൻ്റെ മകൻ ചികിത്സയിലായിരുന്നു.
മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തേണ്ടി വരിക തന്നെ ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫെബ്രുവരി 25-ാം തീയതി അഭിഷേകാഗ്നി പ്രോഗ്രാം പരിപാടി നടക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ എൻ്റെ മകൻ്റെ മൂക്കിൽ കൂടെ ശ്വാസം പോകുവാൻ ആരംഭിച്ചു. അതോടുകൂടെ ചെവി വേദന അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ മകന് ഒരു കുഴപ്പവുമില്ല. ഞാൻ എൻ്റെ യേശു കർത്താവിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ അഭിഷേകാഗ്നി പരിപാടിയിലൂടെ അനേകരെ യേശു കർത്താവ് ഇനിയും സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. KV യോഹന്നാൻ, വയനാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബം വിശ്വാസത്തോടെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ കുടുംബത്തിൽ നടന്ന വലിയൊരു ദൈവിക വിടുതലിനെ കുറിച്ച് ആ ദൈവ പൈതൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ പ്രോഗ്രാമിനോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതമുണ്ട്. ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ട്. ഓരോ കുടുംബങ്ങളിലും ദൈവിക വിടുതലുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമേ. ഈ നിമിഷങ്ങളുടെ ശക്തിയെ വർഷിക്കണമേ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ അത്ഭുത വിടുതൽ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് ദാനമായി നൽകണമേ. മാറാത്ത വ്യാധികളോടെ കഷ്ടപ്പെടുന്നവർ, ഒരുപാട് ഊരാക്കുടുക്ക് പ്രശ്നങ്ങളിൽ കിടക്കുന്നവർ, കഠിനമായ പാപത്തിലിരിക്കുന്നവർ, അന്ധകാരത്തിലിരിക്കുന്നവർ, വേദനയിലിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, കണ്ണുനീരിലിരിക്കുന്നവർ, അങ്ങനെയുള്ള കഠിന വേദനയിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ മനസ്സുകളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ തടസ്സമുള്ള ഏതെങ്കിലും മകനോ മകളോ ഏതെങ്കിലും കുടുംബമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകട്ടെ. ആ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നും നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകരുതെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇന്ന് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുമുള്ള ഓരോ കുടുംബങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എന്താ കരുതുന്നത്? ആരെയാണ് ദൈവം പന പോലെ വളർത്തുന്നത്? അനേകരുടെ മനസ്സിരിക്കുന്ന ചിന്ത എങ്ങനെയാണ്? ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. സത്യമല്ലേ? ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നു എന്ന് അനേകർ ചിന്തിച്ച് വശായിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണ് പഠിപ്പിക്കുന്നത്? 92-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. ഹല്ലേലൂയ. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദുഷ്ടന്റെ തഴപ്പ് പാറപ്പുറത്ത് വളരുന്ന പുല്ലിന്റെ തഴപ്പ് പോലെ അത്രേ. ഹല്ലേലൂയ. ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. അവൻ എത്ര പൊട്ടിത്തഴച്ചാലും, അവൻ ഉയർന്ന് നക്ഷത്രങ്ങളിടയിൽ കൂടുകെട്ടി പാർത്താലും. ജോബിന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. ഹല്ലേലൂയ. ദൈവം തൻ്റെ നീതിമാന്മാരെ പന പോലെ, ലെബനോനിലെ ദേവദാരു പോലെ വളർത്തും. ഹല്ലേലൂയ. ദൈവം വളർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ആഗ്രഹം തൻ്റെ മക്കളെ വളർത്തണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 27-ാം വാക്യം, ദൈവം തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ അങ്ങനെ നമ്മുടെ ആഗ്രഹം ഉയരണം, വളരണം എന്നുള്ളതാണ്, ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ്, വിജയം പ്രാപിക്കണം എന്നുള്ളതാണ്, മേൽഗതി ഉണ്ടാകണം എന്നുള്ളതാണ്, ഉയർച്ച ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവത്തിനും അത് തന്നെയാണ് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അധോഗതി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തകർച്ച. എന്താണ് അതിൻ്റെ കാരണം? അല്ല, മേൽഗതി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഉയർച്ച പ്രാപിക്കാൻ, വിജയം പ്രാപിക്കാൻ, അഭിവൃദ്ധി പ്രാപിക്കാൻ എന്താണ് നമ്മൾ ഇന്ന് അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്നത്? പല ആളുകളും ഇങ്ങനെയാണ് പറയണത്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. പ്രൈസ് ദി ലോർഡ്. വേറെ ചില ആളുകളുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഹല്ലേലൂയ. ഇനിയും വേറെ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടും ശ്രദ്ധാപൂർവം ജീവിച്ചാൽ എന്തെങ്കിലും ഉണ്ടാകും. അവനോ നോക്കിയാൽ അവനോന് കൊള്ളാം. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ കൊള്ളാം, അവനോ നോക്കിയാൽ അവനോന് കൊള്ളാം. എന്നാൽ ഇതൊന്നുമല്ല ദൈവത്തിന്റെ വചനം ഒരു പൈതലിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നൽകുന്ന വഴികൾ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 127 സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിനമായി അധ്വാനിച്ച് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിനമായി അധ്വാനിച്ച് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ഉയർച്ചയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വഴി നിയമാവർത്തന പുസ്തകം 28:13 കാണുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവ പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകാതിരിക്കാൻ ദൈവത്തിന്റെ വചനം ദൈവ പൈതലിനോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, നിന്റെ ദൈവമായ കർത്താവ് നിനക്കിന്ന് നൽകുന്ന കൽപ്പനകൾ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അവ പാലിക്കുമെങ്കിൽ, ഒന്ന്, ദൈവത്തുമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം, കേൾക്കണം, ഗ്രഹിക്കണം, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. 2, അവ പാലിക്കണം. ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിച്ച് ജീവിക്കാൻ ഉത്സാഹിക്കണം. അങ്ങനെയുള്ള ദൈവ പൈതലാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നീതിമാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് നന്മ ചെയ്യുന്ന വ്യക്തി അല്ല നീതിമാൻ, ഒരുപാട് പുണ്യം ചെയ്യുന്ന വ്യക്തി അല്ല നീതിമാൻ. നീതിമാൻ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ച് അവ സൂക്ഷ്മതയോടെ ശ്രവിച്ച് ഗ്രഹിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി. 2, ആ സ്വീകരിക്കുന്ന ദൈവികമായ കൽപ്പനകൾ സൂക്ഷ്മമായി ജീവിതത്തിൽ പാലിക്കുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് രണ്ടും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ അടിയന്തരമായ അത്യന്താപേക്ഷിതമായ 2 ഘടകങ്ങൾ അത്രേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക, അത് സൂക്ഷ്മമായി പാലിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക, എങ്ങനെയെങ്കിലും ശ്രവിച്ചാൽ പോരാ, ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക. 2, എങ്ങനെയെങ്കിലും പാലിച്ചാൽ പോരാ, സൂക്ഷ്മമായി പാലിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തം ഇതാണ്, അവന് അഭിവൃദ്ധി ഉണ്ടാവും, അവന് ഒരിക്കലും അധോഗതി ഉണ്ടാകുകയില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിന് അഭിവൃദ്ധി ഉണ്ടാകാൻ, ഒരിക്കലും അധോഗതി ഉണ്ടാകാതിരിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന സുവർണ പാതയാണ് ദൈവ കൽപ്പനകൾ കേട്ട് പാലിക്കുക എന്നുള്ളത്. ദൈവകൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തോട് ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടികൾ അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ജനത്തോട് ഏർപ്പെട്ടിട്ടുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൂട്ടർക്കും തമ്മിൽ വ്യവസ്ഥകൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, അമേരിക്കയും കുവൈറ്റും തമ്മിൽ ഉടമ്പടി ഉണ്ടെന്നിരിക്കട്ടെ. സപ്പോസ് അമേരിക്കയും കുവൈറ്റും 2 രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടി ഉണ്ടെന്നിരിക്കട്ടെ, സഖ്യം. 2 രാജ്യങ്ങൾ തമ്മിൽ സഖ്യം ഉണ്ടെന്നിരിക്കട്ടെ, കൂട്ടുകെട്ട്, ഉടമ്പടി, കവനന്റ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഉടമ്പടിക്ക് വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, അമേരിക്ക കുവൈറ്റിനോട് ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, നിന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞാൻ വന്ന് സൈനികമായി സഹായിക്കാം. അപ്പൊ മറുപടിയായിട്ട് ചിലപ്പോൾ പ്രത്യുപകാരമായിട്ട് നിനക്ക് വേണ്ട എണ്ണ എൻ്റെ രാജ്യത്ത് തരാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉടമ്പടിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കുവൈറ്റിനെ ആക്രമിച്ചു എന്ന് കരുതുക. ഉദാഹരണത്തിന്, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു എന്ന് കരുതുക. ഉടമ്പടി പ്രകാരം ആ ദയനീയ അവസ്ഥയിൽ, ആ നിസ്സഹായ അവസ്ഥയിൽ അമേരിക്ക കുവൈറ്റിനെ സഹായിക്കാൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ സഖ്യത്തിലിരിക്കുന്നു. അപ്പോൾ ഒരു രാജ്യം അപകടത്തിൽപ്പെടുന്നു, അടുത്ത രാജ്യം സൈനിക സഖ്യമുള്ള അടുത്ത രാജ്യം വന്ന് ഈ രാജ്യത്തിന്റെ ദയനീയ അവസ്ഥയിൽ സഹായിച്ച് കരം കൊടുത്ത് ഉയർത്തിയെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തോട് ഉടമ്പടിയിൽ ഇരുന്നാലോ? എങ്കിൽ ആ ഉടമ്പടിയിലിരിക്കുന്ന പൈതലിനെ ദൈവം ഉടമ്പടി പ്രകാരം ആ പൈതൽ അകപ്പെടുന്ന എല്ലാ കുടുക്കുകളിൽ നിന്നും, എല്ലാ കെണികളിൽ നിന്നും, എല്ലാ അബദ്ധങ്ങളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും വിടുവിക്കാൻ ഉടമ്പടി പ്രകാരം കടന്നു വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി വ്യവസ്ഥയുടെ, ഉടമ്പടി ബന്ധത്തിന്റെ പ്രത്യേകത. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഗിയോൻ ധ്യാന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്ന കാലം, ആദ്യ കാലഘട്ടത്ത് പട്ടിണിയും വിഷമവും കണ്ണുനീരും സങ്കടവും നിറഞ്ഞ കാലഘട്ടം. അന്ന് ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ ശുശ്രൂഷകരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഈ ഭവനത്തിൽ ഇരിക്കുകയാണ്. അന്ന് രാവിലെ ഒരാൾ വന്ന് ലേശം ഭക്ഷണം വെച്ച് തന്നു. ലേശം ഭക്ഷണം രാവിലെ കഞ്ഞി വെച്ച് തന്നു. ആ കഞ്ഞി ഉച്ചയ്ക്കും ഞാൻ കുടിച്ച്, അതോടുകൂടെ ആ വെച്ച കഞ്ഞി തീർന്നു പോയി. പിന്നെ കഞ്ഞിയില്ല. 3 മണിയായി, 3-3:30 ആയപ്പോൾ ചായയുടെ സമയമായി. എനിക്ക് 3:30-ക്ക് ചായ കിട്ടിയില്ലെങ്കിൽ വളരെ കോപം, ദേഷ്യവും സങ്കടമൊക്കെ വരും. എന്നാൽ അന്ന് 3:30-ക്ക് ചായയുടെ സമയമായപ്പോൾ ചായ തരാൻ ആരുമില്ല, എല്ലാവരും വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ചായ വെച്ച് കുടിക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോയി ചായ വെച്ച് കുടിക്കുകയില്ല. ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കണമെങ്കിൽ തന്നെ കുറേ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും ശീലമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ കട്ടൻ ചായ വെച്ച് കുടിക്കുകയില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രേരണ വന്നു, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങനെയെങ്കിൽ കടയിൽ പോയി ചായ കുടിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ കടയിൽ പോയി ചായ കുടിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനി ഇപ്പോൾ ഞാൻ ഒരു വൈദികനായിട്ട് കടയിൽ പോയി ഒരു കാരണവശാലും ചായ കുടിക്കുകയില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ 3:30 കഴിഞ്ഞു, 4:30 കഴിഞ്ഞു, 5:30 കഴിഞ്ഞു, ചായയില്ല. എൻ്റെ കോപം അമിതമായി, എൻ്റെ അമർഷം, എൻ്റെ സങ്കടം ആരും കാണുന്നില്ല, അത് അമിതമായി വർദ്ധിച്ച്. എങ്കിലും ഞാൻ എങ്ങോട്ടും പോയില്ല, അവിടെ തന്നെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. 6:30, 6:45, 7 മണി, ഇതാ രാത്രി ഊണിനെ കുറിച്ചുള്ള പ്രശ്നം. അങ്ങനെ രാത്രി ഊണ് കിട്ടാതെ രാത്രി ഊണിനെ കുറിച്ചുള്ള ചിന്തയായി. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ ചോറ് വെച്ചിട്ട് കഴിക്കില്ല, കടയിൽ പോയി ചോറ് വാങ്ങിച്ചുകൊണ്ട് വരാൻ അവിടെ ആളുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. 7 മണിയായി, 7:15, ആരും ചോറ് കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് വളരെ മാനസികമായ അമർഷത്തോടെ ദൈവത്തോടൊരു ചെറിയ പരിഭവത്തോടെ നേരത്തെ തന്നെ എല്ലാ ലൈറ്റുകളും ഓഫാക്കി 7:30 ആയപ്പോൾ മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് തന്നില്ലെങ്കിൽ ഞാൻ ചോറുണ്ണില്ല, ഞാനിവിടെ ഉണ്ണാതെ കിടക്കും. അങ്ങനെ ഞാൻ മുറിയിൽ കയറി കുറ്റിയിട്ട് വാതിലടച്ച് കിടന്നില്ല, വാതിലടച്ച് അവിടെ ഇരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറിയുടെ വാതിക്കൽ നിന്ന് ശക്തിയോടെ കൊട്ടുന്ന സ്വരം കേട്ടു. ഞാൻ ചോദിച്ചു, ആരാതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ചോറുണ്ടോ, വാതിൽ തുറക്ക്, അച്ഛൻ ചോറുണ്ടോ, വാതിൽ തുറക്ക്. ഞാൻ പറഞ്ഞു, ആരാതെന്ന് ചോദിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു 10-12 കിലോമീറ്റർ അകലെയുള്ള ഒരു ഇടവകയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ്. ഞാൻ ചോദിച്ചു, എന്താ നീ രാത്രി ഇവിടെ ഒന്ന് ചോറുണ്ടോ എന്ന് ചോദിക്കുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛാ വാതിൽ തുറക്ക്. ഞാൻ വാതിൽ തുറന്നപ്പോൾ അവനൊരു പാത്രം നിറയെ ഭക്ഷണ പദാർത്ഥവുമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ നീ ഈ സമയത്ത് ഈ ഇരുട്ടത്ത് ഇവിടെ വന്നിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ 4 മണിക്ക് എൻ്റെ അമ്മ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഈ പാത്രത്തിലാക്കി ചൂടോടെ അച്ഛന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് 4 മണിക്ക് പറഞ്ഞു വിട്ടതാണ്. എന്നാൽ ഞാൻ ഈ ജംഗ്ഷനിൽ ഇറങ്ങി എൻ്റെ കൂട്ടുകാരോട് കളിച്ച്, ഞാൻ കൂട്ടുകാരോടുകൂടെ പല വിളയാട്ടങ്ങൾക്കും പോയി. അങ്ങനെ സമയം ലേറ്റായിട്ട് ഞാൻ ഓടി വരികയാണ്. അച്ഛൻ എന്തായാലും ശരി, ഊണ് കഴിച്ചാലും ഇത് കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ. ആ കുട്ടി നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊരു കാര്യം മനസ്സിലായി. സാക്ഷാൽ ദൈവം മുമ്പിൽ വന്ന് പറയുന്നത് പോലെ തോന്നി, ചോറുണ്ടോ. രണ്ടാമത്തത് കഴിച്ചിട്ടേ കിടക്കാവൂ. ഞാൻ അവനിൽ നിന്ന് ആ പാത്രം വാങ്ങി മുറിയിൽ വെച്ചിട്ട് ഞാൻ അവനെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. അന്ന് രാത്രി സത്യത്തിൽ ഞാൻ ഒരുപാട് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്. കാരണം ഈ ഭൂമിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു കോണിൽ, കേരളത്തിൽ ഒരു കോണിൽ, അട്ടപ്പാടിയിൽ ഒരു കോണിൽ, ഒരു കൊച്ചു മുറിക്കുള്ളിൽ വേദന, ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ദൈവം കണ്ട്, ഉടമ്പടി പ്രകാരം ദൈവം ഇറങ്ങി വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ പാത്രത്തിൽ ചൂടോടെ തരാൻ തക്ക വിധം ദൈവം ഇറങ്ങി വന്ന് ഉടമ്പടി പ്രകാരം ദൈവം പ്രവർത്തിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കീറാമുട്ടി പ്രശ്നങ്ങളിൽ മാത്രമല്ല, വലിയ പ്രശ്നമോ ചെറിയ പ്രശ്നമോ എന്ന് ഇവിടെ തിരിച്ച് വ്യവച്ഛേദമില്ല. ഏത് പ്രശ്നത്തിലും, നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്നതാകട്ടെ, വലിയതെന്ന് നമ്മൾ കരുതുന്നതാകട്ടെ, ഏത് പ്രശ്നത്തിലും ഉടമ്പടി പ്രകാരം ദൈവം ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. 81 സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യം, നീ വാ പൊളിക്കുക, ഞാൻ നിനക്ക് തിന്നാൻ തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉടമ്പടി ബന്ധം ഞാനും എൻ്റെ ദൈവം തമ്മിൽ ഉണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരം ദൈവം വന്ന് സഹായിക്കും. ഹല്ലേലൂയ. ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉടമ്പടിയുള്ള ഒരു പൈതലിന് 8800-ൽ പരം വാഗ്ദത്തങ്ങളുണ്ട്. 8800-ൽ പരം വാഗ്ദത്തങ്ങൾ ഒരു ഉടമ്പടി പൈതലിന് വചനപ്രകാരം ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് ഉടമ്പടിയിലിരിക്കുക എത്രയോ സന്തോഷകരമായ കാര്യം. നിയമാവർത്തനം 8-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ കരങ്ങളുടെ ബലമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. എൻ്റെ കരങ്ങളുടെ ബലമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്. പിന്നെയോ, നിന്റെ പിതാക്കന്മാരോട് ചെയ്ത
ഉടമ്പടി അനുസരിച്ച് ഇന്നും സമ്പത്ത് നേടാൻ കഴിവ് നൽകുന്നത് അവിടുന്നാണ്. സമ്പത്ത് നേടാൻ, ജോലി നേടാൻ, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ, ഭവനം വെക്കാൻ, വിവാഹം നടക്കാൻ, കുട്ടികൾ ഉണ്ടാകാൻ, എല്ലാ കാര്യങ്ങളുടെ മേലും സ്വാധീനമുള്ള ഒരു സംഗതിയാണ് ദൈവത്തോടുള്ള ഉടമ്പടി. എൻ്റെ പൈതലെ, ഇന്ന് നീയും നിന്റെ ദൈവത്തോടുള്ള ഉടമ്പടി എങ്ങനെയാണ് കിടക്കുന്നത്? അത് ലംഘിക്കപ്പെട്ടാണ് കിടക്കുന്നത് എങ്കിൽ ഉടമ്പടി ലംഘനത്തെ പുനഃസ്ഥാപിക്കുക. നിന്റെ ദൈവമായ കർത്താവിന്റെ കരം നിന്റെ വലതുവശത്ത് നിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നീ കണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉടമ്പടി വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ ജീവിതമെങ്കിൽ ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന ഉടമ്പടികൾ പുനഃസ്ഥാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. 10 ഉടമ്പടികൾ അത് അഭംഗം പാലിക്കാനുള്ള തീഷ്ണത എനിക്ക് നൽകണമേ. സൂക്ഷ്മമായി പാലിക്കാനുള്ള തീഷ്ണത എനിക്ക് നൽകണമേ. ഉടമ്പടികളെ കുറിച്ച് പഠിക്കാനുള്ള തീഷ്ണത എനിക്ക് നൽകണമേ. എൻ്റെ ദൈവമേ, തകർന്നു കിടക്കുന്ന ഉടമ്പടികളെ പുനഃസ്ഥാപിച്ച് അങ്ങയോട് ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ഒരു പൈതലായി ഭൂമിയിലുള്ള കാലത്തോളം ജീവിപ്പാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹൃദയപൂർവ്വം കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമം അത്ഭുത നാമമാണ്. യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കൂദാശകളിൽ യേശു ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന മുറികളിലും സ്ഥലങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഓരോ ശരീരങ്ങളുടെ മേലും യേശുവിൻ്റെ ശക്തി പ്രവഹിക്കുന്നു. രോഗത്തിൻ്റെ മേൽ, പലതരത്തിലുള്ള അന്ധകാര സ്വാധീനത്തിലിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ, തകർച്ചയുടെയും പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഠിനമായ ബന്ധനങ്ങളുടെയും പിടിയിലിരിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അഗ്നി സദൃശമായ ദൈവശക്തി വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. തിന്മകൾ മാറിപ്പോകട്ടെ, ഭാരങ്ങൾ വിട്ടു പോകട്ടെ, നിരാശ അകന്നു പോകട്ടെ, അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്ന് വരെ മാറാത്ത കെട്ടുകൾ, ഇന്ന് വരെ തീരാത്ത ദുഃഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഓരോ കുടുംബത്തിൽ നിന്ന് തിന്മയുടെ കെട്ടുകളെ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. അശുദ്ധ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. എതിർ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ ശക്തിയെ ആശ്രയിച്ച് ദൈവിക മാർഗങ്ങളിൽ നിന്ന് അകന്നകന്നു പോയി ഇന്ന് വിശ്വാസ അപജയത്തിൽ മുരടിച്ച് ആത്മീയമായി മുരടിച്ചിരിക്കുന്ന ഓരോരുത്തരിലും ആത്മീയ മുരടിപ്പ് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവചിന്തയും വിശ്വാസവും ദൈവ ആരാധനയ്ക്കുള്ള ദാഹവും ദൈവികമായ പ്രേരണകളും വീണ്ടും ഹൃദയങ്ങളിൽ നാം വിട്ട് തഴച്ച് വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ശക്തി അത്ഭുതകരമായി പ്രവഹിക്കട്ടെ, അത്ഭുതകരമായി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ, ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. കുടുംബത്തിൽ ഭാരത്തോടെ ഇരിക്കുന്നവർ, മനസ്സ് തകർന്നിരിക്കുന്നവർ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവർ, രോഗവിടുതലിനെക്കുറിച്ച്, രോഗഭാരത്തെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, എനിക്ക് ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് തകർന്ന മനസ്സുമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം കാണട്ടെ. കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. കുഞ്ഞുങ്ങളിൽ നിന്നുള്ള പൈശാചിക പീഡകൾ, ദുർപീഡകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. കൂടെ കൂടെ രോഗങ്ങൾ ഉണ്ടാകുന്നവരിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ആധിപത്യങ്ങൾ ഇപ്പോൾ തകർന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ദുഷ്ടാരൂപികൾ പീഡിപ്പിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അശുദ്ധാരൂപിയുടെ ആധിപത്യങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്ന ബിസിനസ്സുകൾ, തകർന്ന കൃഷിയിടങ്ങൾ, തകരുന്ന ബന്ധങ്ങൾ, തകരുന്ന പലതരത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ തകർച്ചയുടെ മേഖലകൾ ഇപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ വിടുതലിൻ്റെ അഭിഷേകത്തിലേക്ക് വരട്ടെ. തകർച്ചയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശു ജോലി സംബന്ധമായ തടസ്സങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ നിറയട്ടെ. ജോലി തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധി ഇപ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കുന്ന മനോവിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെ
അവസ്ഥയിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും സൗഖ്യത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും അത്ഭുത ശക്തി നിറയട്ടെ. ഹല്ലേലൂയ.